ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുവെ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ആധ്യാത്മികതയും ഭൗതികതയും രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ആധ്യാത്മികമായിട്ടുള്ള വാസനകൾ, ആധ്യാത്മികമായിട്ടുള്ള ടേസ്റ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലും സമൂഹത്തിലും അയാളെ ഒറ്റപ്പെടുത്തും. കാരണം എന്തോ ഒരു കുറവ് കൊണ്ടാണ് അയാൾ ഈ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വേറൊരു തലത്തിലേക്ക് പോകുന്നത് എന്ന മിഥ്യാധാരണ. സത്യത്തിൽ അങ്ങനെയല്ല. ഭൗതികമായിട്ടുള്ള ജീവിതത്തെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള തലം ആവശ്യമാണ്. അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ അടിത്തറയിലാണ് ഭൗതികത നിലനിൽക്കുന്നത്. ഇത് തമ്മിൽ വേർതിരിവുണ്ട് എന്ന് നമ്മളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വിഷയം. പക്ഷേ ആധ്യാത്മികതയുടെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആധ്യാത്മികത വളരെ ലളിതമാണ്. ഉപനിഷത്ത് അത് പറയുന്നത് നീ അറിവോടുകൂടി ജീവിക്കുക. ബാഹ്യമായിട്ടുള്ള മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഇല്ല, ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനം. പക്ഷെ എന്തിനു വേണ്ടിയാണ് അത് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നത്? നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ ആ ചെടിക്ക് ഒരു സംരക്ഷണം ആവശ്യമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു കൂട് കെട്ടിക്കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും സൂക്ഷ്മതയ്ക്കും നമുക്ക് ചില ചട്ടക്കൂടുകൾ ആവശ്യമാണ്. പക്ഷെ മരം വളർന്നു കഴിയുമ്പോൾ പിന്നെ ആ വേലിയുടെ ആവശ്യമില്ല. അപ്പം മനുഷ്യൻ അവൻ്റെ മനസ്സ്, അവൻ്റെ ബുദ്ധി ആ രീതിയിൽ വളരുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. പലപ്പോഴും ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവസാനം വരെ തുടരുന്ന ചില ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഈ സംരക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അവരുടെ മാനസികമായിട്ടുള്ള വികാസം സംഭവിച്ചിട്ടില്ല. അവരിപ്പോഴും യാന്ത്രികമായിട്ടത് പിന്തുടരുക. അതുകൊണ്ടാണ് പലപ്പോഴും പല സംഘർഷങ്ങൾ മതങ്ങളുടെയും ഈശ്വരൻ്റെയും ആധ്യാത്മികതയുടെയും പേരിൽ നടക്കുന്നത്. ഒരിക്കൽ ബുദ്ധ പരമ്പരയിൽ ഒരു മൊണാസ്ട്രിയിൽ ഒരു രസകരമായ ഒരു സംഭവം നടന്നു. ബുദ്ധൻ്റെ ശിഷ്യന്മാർ ഒരുപാട്, ബുദ്ധൻ പൊതുവെ ബാഹ്യമായിട്ടുള്ള ദൈവങ്ങളെയോ മറ്റൊന്നിനെയും അംഗീകരിക്കാതെ അതിൻ്റെ ആവശ്യകത ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരാളാണ്, ഒരു മഹാത്മാവാണ്. പക്ഷേ ബുദ്ധൻ്റെ അനുയായികൾ ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തനിയെ പൂജിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നും നമ്മൾ ധാരാളം കാണാം. ശ്രീനാരായണ ഗുരുദേവൻ്റെയും വിഗ്രഹങ്ങൾ അതുപോലെ നോക്കിയാൽ ധാരാളം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഗുരുവിൻ്റെ വിഗ്രഹങ്ങൾ നമുക്ക് കാണാം, വെച്ച് പൂജിക്കുന്നതാണ്. അപ്പോൾ ഈ ബുദ്ധൻ്റെ മൊണാസ്ട്രിയിൽ, ആശ്രമത്തിൽ പല സന്യാസിമാരും അതുപോലെ ഭക്തന്മാരും ഒക്കെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ബുദ്ധന് മാത്രം പുക ചന്ദനത്തിരി കത്തിച്ച് ആ ധൂപം ബുദ്ധന് മാത്രം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളതിലേക്ക് പോകാതെ ഒരു കുഴൽ വെച്ച് കൊടുത്തു ബുദ്ധൻ്റെ മൂക്കിൻ്റെ അടുത്തേക്ക്. അപ്പോൾ മറ്റ് ബുദ്ധന്മാരൊക്കെ വേറെ ഉണ്ട്, മറ്റ് വിഗ്രഹങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇദ്ദേഹം കുറച്ച് സ്വാർത്ഥത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ കുഴലിലൂടെ ഈ പുക കൃത്യമായിട്ട് ബുദ്ധൻ്റെ മൂക്കിലേക്ക് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അത് കറുത്തുപോയി. കാരണം പുകയടിക്കുമ്പോൾ അത് കറുപ്പ് വീഴും.
ഇങ്ങനെ തെറ്റായിട്ടുള്ള ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ അവൻ്റെ മനസ്സിനെ വികാസത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, സങ്കുചിതമായിട്ട അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ ദൈവങ്ങളുടെ പേരിൽ ഇന്ന് അടികൂടുന്നത് അത് തന്നെയാണ്. ഞാനൊരു ഉദാഹരണം അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ലോകത്തൊക്കെ നടക്കുന്ന ദൈവങ്ങളുടെ പേരിൽ, മതങ്ങളുടെ പേരിൽ അക്രമങ്ങൾ നടക്കുന്നതും ഇതുപോലെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആധ്യാത്മികത ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സങ്കുചിതമായിട്ടുള്ള മനസ്സിനെ മാറ്റണം. ഈ സങ്കുചിത മനസ്സുണ്ടാക്കുന്ന ആ ബുദ്ധിയുണ്ട്, സ്വാർത്ഥ ബുദ്ധി, അതിനെ മാറ്റണം. എല്ലാ മതങ്ങളിലും ആ മതങ്ങൾ അനുശാസിക്കുന്ന ദൈവങ്ങളിലുമൊക്കെ ഈ പ്രശ്നമുണ്ട്. ദൈവങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് ഈ മനുഷ്യരുടെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സമൂഹത്തിൽ ഏതെല്ലാം സംഘർഷങ്ങൾ എന്തിൻ്റെ പേരിലായാലും, ദൈവത്തിൻ്റെ പേരിലായാലും, ആധ്യാത്മികതയുടെ പേരിലായാലും, രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും, എവിടെയും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സങ്കുചിതമായിട്ടുള്ള, സ്വാർത്ഥമായിട്ടുള്ള ബുദ്ധിയും മനസ്സുമാണ് അതിനെ കലുഷിതമാക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സ്വതന്ത്രമായ, മുൻവിധികളില്ലാത്ത ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.